ഹലോ, വെൽക്കം ടു സയൻസ് കിച്ചനേറ്റ്. അറബിക് റൈസ് വിഭവങ്ങളിൽ വളരെ സ്വാദിഷ്ടമായ ഒന്നാണ് മജ്ബൂസ് അഥവാ കബ്സ. ഈ വിഭവം ചിക്കൻ കൊണ്ടും അതേപോലെ മറ്റു മീറ്റുകൾ കൊണ്ടും തയ്യാറാക്കാറുണ്ട്. അറബ്സിന്റെ ഏതൊരു ആഘോഷങ്ങളിലും മജ്ബൂസ് ഒരു പ്രധാന വിഭവം തന്നെയാണ്. പൊതുവെ മജ്ബൂസും അതേപോലുള്ള റൈസ് ഐറ്റംസ് എല്ലാം സെർവ് ചെയ്യുന്നത് അറബിക് ടൊമാറ്റോ ചട്നിയുടെ കൂടെയാണ്. ഇത് ഏതൊരാൾക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു അറബിക് വിഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മജ്ബൂസ് തയ്യാറാക്കുവാനായി ചൂടായ പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഇതിലേക്ക് ഹോൾ ഗരം മസാല ചേർക്കുക. ഞാനിവിടെ 5 ഏലക്ക, 2 ചെറിയ കഷ്ണം കറുവപ്പട്ട, 6 ഗ്രാമ്പൂ, 1/2 ടീസ്പൂൺ കുരുമുളക്, 3 ബേ ലീഫുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ഡ്രൈഡ് ലെമൺ കൂടി ചേർത്ത് കൊടുക്കുക. ഡ്രൈഡ് ലെമൺ ചേർക്കുമ്പോൾ കത്തി കൊണ്ട് ചെറിയ ഹോൾസ് എല്ലാ ഭാഗത്തും ഇട്ട് കൊടുത്ത് വേണം ഇത് ചേർക്കാൻ. അതുപോലെ തന്നെ മജ്ബൂസ് തയ്യാറാക്കുമ്പോൾ ഡ്രൈഡ് ലെമൺ പ്രധാനപ്പെട്ട ഒരു ചേരുവ തന്നെയാണ്. ഇനി ഈ സ്പൈസസ് എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 3 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചതും 1/2 ടീസ്പൂൺ ഇഞ്ചി അരച്ചതും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് 2/2 ടീസ്പൂൺ അറബിക് മസാലയും 2 ക്യൂബ് മാഗി ചിക്കൻ സ്റ്റോക്കും ചേർക്കുക. ഈ മസാല പൗഡർ നമുക്ക് വീട്ടിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസിൻ്റെ അളവെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ സ്റ്റോക്കും മജ്ബൂസ് റൈസിന് നല്ലൊരു രുചി തന്നെയാണ് നൽകുന്നത്. അതിനുശേഷം ഇതിലേക്ക് ചിക്കൻ ചേർത്ത് മസാലയുമായി ഒന്ന് യോജിപ്പിക്കുക. ഞാനിവിടെ 1 കിലോ ചിക്കൻ 4ആയി കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഇനി 3 തക്കാളി ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കുക. ഇനി ഈ ചിക്കൻ ആദ്യം ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ ചിക്കനിൽ നിന്നെല്ലാം വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. അതനുസരിച്ച് ചിക്കനിലേക്ക് ഒരു 5.5 കപ്പ് ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നതാണ് കണക്ക്. ഇവിടെ ചിക്കനിൽ നിന്നുമുള്ള വെള്ളം കൂടി ഉള്ളതിനാലാണ് 5.5 കപ്പ് വെള്ളം ചേർത്തിരിക്കുന്നത്. ഇനി ഇത് മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ് ചിക്കൻ വേവിച്ചെടുക്കുക. അപ്പോൾ ചിക്കനെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചിക്കനെല്ലാം എടുത്തു മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് 30 മിനിറ്റ് കുതിർത്ത് വെച്ച് നന്നായി ഡ്രെയിൻ ചെയ്തെടുത്ത ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കുക. ആവശ്യമെങ്കിൽ ഈ സമയത്ത് ഉപ്പ് കൂടി ചേർത്ത് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി ഒന്ന് കീറിയതും കൂടി ചേർത്ത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 10 മുതൽ 12 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. അരിയുടെ വെള്ളം വറ്റുന്നതാണ് ഇതിൻ്റെ പാകം. ഓരോ അരിയുടെ വേവ് അനുസരിച്ചും ഇതിന് മാറ്റം വരും. അരി വേകുന്ന ഈ സമയത്ത് മാറ്റിവെച്ചിരിക്കുന്ന ചിക്കൻ 2 ടേബിൾ സ്പൂൺ ഓയിലിൽ തിരിച്ചും മറിച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഡീപ് ഫ്രൈ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ റൈസും റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം മാത്രം സെർവ് ചെയ്യുക. റൈസ് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ഒരല്പം മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് സെർവ് ചെയ്യുക. അതേപോലെ തന്നെ അറബിക് റൈസിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു ടൊമാറ്റോ ചട്നി കൂടെയുണ്ട്. ഇത് ഏതൊരു അറബിക് റൈസിൻ്റെ കൂടെയും കഴിക്കുന്ന ചട്നിയാണ്. ഇതുണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു വിഭവം തന്നെയാണിത്. താങ്ക്സ് ഫോർ വാച്ചിങ്.